ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളിലും നമുക്ക് ക്രിയാത്മകമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണുള്ളത്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുന്നത്, എൻ്റെ വീക്ഷണത്തിൽ ഞാൻ കണ്ടെടുത്തോളം ഒന്നാമത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആരോഗ്യപരമായിരിക്കുന്ന ഒരു വിഷയമാണ്. എന്തുമാത്രം ഭീതിജനകമായിട്ടാണ് മനുഷ്യൻ്റെ ആരോഗ്യ നിലവാരം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, ആരോഗ്യത്തെപ്പറ്റി എത്ര നമുക്ക് മുന്നറിയിപ്പ് കൊടുത്താലും രോഗം വരാതെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കത്തില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ആശുപത്രികളിൽ ചെല്ലുന്ന സമയം വരെ, നമ്മുടെ ശരീരത്തിൽ വേദന ഉണ്ടാകുന്നത് വരെ എത്ര മുന്നറിയിപ്പുകൾ നമ്മൾ കേട്ടാലും, എത്ര വാണിംഗ് നമ്മൾ കേട്ടാലും നമ്മളതിനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് നമ്മുടെ എല്ലാം ഏറ്റവും വലിയ പരാജയപരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മളെങ്ങനെയാണ് ഇത്രയും വാണിങ്ങുകളെ അല്ലെങ്കിൽ ഇത്രയും മുന്നറിയിപ്പുകളെ നമുക്ക് അവഗണിക്കാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് ചെറുപ്രായമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 20 വയസ്സ് 40 വയസ്സിന് ഇടയിൽ യാതൊരു മുന്നറിയിപ്പുകളും നമുക്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ്. 20 വയസ്സിന് താഴെയുള്ള ടീനേജ് ഒക്കെ ഉള്ള പ്രായത്തിൽ അവർ കുറേയെങ്കിലുമൊക്കെ മുന്നറിയിപ്പുകളെ അവർ ശ്രദ്ധിക്കാറുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഇവർ മുന്നറിയിപ്പുകളിൽ ഒരു വിലയുമില്ലാതെ ഇവരൊരു പോക്ക് പോകുന്നത്. ഇതെത്ര ഭയാനകമായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഒരു വിഷയം, നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം, നമ്മുടെ രാജ്യം മൊത്തം കൂട്ടിക്കും, പക്ഷേ ഉദാഹരണമായിട്ട് എടുക്കുന്ന കേരളമാണ്. ഇന്ന് കേരളത്തിലെ ഓരോ മുക്കിലും മൂലകളിലും ഓരോ ഗ്രാമങ്ങളിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ, ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പല യാത്രകൾ ചെയ്യുന്ന സമയത്തും അവിടെയുള്ള ആൾക്കാരും അവരുടെ ജീവിത രീതികളൊക്കെ ഞാൻ സൈലൻ്റായിട്ട് കാണുകയും നമുക്ക് അറിയാവുന്ന ക്ലോസ് ആൾക്കാരോടൊക്കെ ചോദിച്ചറിയുകയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടെത്തിയൊരു വലിയ കാര്യം, എല്ലാവരും വലിയൊരു ദാരിദ്ര്യത്തിൽ, അല്ലെങ്കിൽ വലിയ കൊടിയ ദാരിദ്ര്യത്തിൻ്റെ വക്കത്ത് നിന്നാണ് എല്ലാവരും സംസാരിക്കുന്നത്. സാമ്പത്തികമായിരിക്കുന്ന വലിയ തകർച്ച നേരിടുകയാണ്. ഗ്രാമങ്ങളിൽ പണമില്ല, സിറ്റികളിലും പണമില്ല. പണങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ സമ്പത്ത് എല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ഈ പണമെല്ലാം എവിടേക്കാണ് പോകുന്നത്? ഈ പണമെല്ലാം എവിടെയാണ് ചെന്നുപെടുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. ഞാൻ ഈ നമ്മുടെ ഫാം ട്രീ നാച്ചുറൽസ് എന്ന് പറയുന്ന ഈ കമ്പനി, ഞങ്ങളിത് തുടങ്ങാനുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാനും പദ്ധതിയെല്ലാം ഞാൻ റെഡിയാക്കി ആരംഭിക്കാനായിട്ട് ഇങ്ങനെ പ്രിപ്പറേഷൻ നടക്കുമ്പോൾ എന്തിനാണ് ഞാനിത് ആരംഭിക്കുന്നത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർമാരുമായിട്ട് ഞാനത് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മുടെ നാടുകളിൽ ആത്മഹത്യകൾ ഒഴിവാക്കാൻ, കൊടിയ ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ടാണ് ഈ ഫാം ട്രീ നാച്ചുറൽസിൻ്റെ ഒരു സംരംഭം, ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഫാം ട്രീ നാച്ചുറൽസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോക്കൽ കമ്മ്യൂണിറ്റി ലിവിങ് സിസ്റ്റമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ബിസിനസ് മുഴുവനും പോകുന്നത് ഈ വെൽത്ത് മുഴുവൻ, അല്ലെങ്കിൽ പണം മുഴുവൻ, അല്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ ചില പർട്ടിക്കുലർ കേന്ദ്രങ്ങളിലേക്ക് പോവുകയായിരുന്നു. അതിന് നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ്, വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ സൂപ്പർ മാർക്കറ്റുകൾ, ഈ സൂപ്പർ മാർക്കറ്റുകളെല്ലാം ചെയ്യുന്ന എന്താ? നമ്മുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് വന്നു, ഹൈപ്പർ മാർക്കറ്റ് വന്നു, വലിയൊരു മാള് വന്നു. അപ്പം നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ രാജ്യം പുരോഗമിക്കുന്നു, നമ്മുടെ നാട് പുരോഗമിക്കുന്നു, നമ്മുടെ വില്ലേജ് പുരോഗമിക്കുന്നു, നമ്മൾ വളരെ സന്തോഷത്തിലാണ്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ നാട്ടിലെ സമ്പത്ത് മുഴുവൻ നിങ്ങൾ ആ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി ഇവിടെയുമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എക്സൈറ്റഡ് ആകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ പണം മുഴുവൻ ഒരു പർട്ടിക്കുലർ സെൻറ്ററിലേക്ക് പോവുക ചെയ്യുന്നത്. നിങ്ങളുടെ ഗ്രാമത്തിൽ സർക്കുലേറ്റ് ചെയ്യേണ്ട മണി, അല്ലെങ്കിൽ ഒരു ലോക്കൽ കടക്കാരൻ ഒരു കട തുറന്നു വയ്ക്കുന്നു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പെട്ടിയിലേക്ക് പണം വീഴുന്നു, ആ പണം അദ്ദേഹം പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ വരുത്തുന്നു, അതുതന്നെ ആ പണത്തിൻ്റെ ലാഭങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ കുറേ ഡെവലപ്മെൻറ്റ്സ്, ഇച്ചിരി സ്ഥലം മേടിക്കുന്നു, അല്ലെങ്കിൽ കൃഷി തുടങ്ങുന്നു. അപ്പോൾ നിങ്ങളുടെ ലോക്കലുള്ള കുറേ പേരെ വിളിക്കുന്നു, അവരവിടെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നു. ഇങ്ങനെ ആ പണം അവിടെ സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ സൂപ്പർ മാർക്കറ്റുകൾ വന്നപ്പോൾ, ഹൈപ്പർ മാർക്കറ്റുകൾ വന്നപ്പോൾ, ഓൺലൈൻ ഷോപ്പിങ്ങുകൾ വന്നപ്പോൾ, താൽക്കാലികമായിരിക്കുന്ന ഒരു ലാഭം നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തുകൊണ്ട് നിങ്ങളെ വലിയൊരു ഷോപ്പിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ കൺവീനിയൻറ്റ് വേ
അതായത് നമ്മുടെ കമ്പനിക്ക് കുറേ മുദ്രാവാക്യങ്ങളുണ്ട്. അതിൽ ഒരു മുദ്രാവാക്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്, വി ആർ നോട്ട് റിഗ്രറ്റ് യുവർ ഇൻകൺവീനിയൻസ്. നിങ്ങൾക്ക് ഇൻകൺവീനിയൻസ് ഉണ്ടാകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ ഈ ഫാം ട്രീ നാച്ചുറൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു വലിയ ഇൻകൺവീനിയൻസ് ഉണ്ടാക്കാൻ പോകുമായിരിക്കും. പക്ഷേ ഈ ഇൻകൺവീനിയൻസ് നിങ്ങളുടെ ലൈഫ് വളരെ സെക്യൂർ ആക്കും, നിങ്ങളെ ഹെൽത്തി ആക്കും, നിങ്ങളെ വെൽത്തി ആക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാ ഇൻകൺവീനിയൻസിനെയും മാറ്റിക്കൊണ്ട് നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ടിരിക്കുന്നത് എല്ലാ വളരെ സൗകര്യാർത്ഥം നിങ്ങളെ ഷോപ്പിങ്ങിലേക്ക് ക്ഷണിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന കമ്പനികൾ ഓർക്കണം, നിങ്ങളുടെ അടിവേര് മാന്തിക്കൊണ്ടാണ് അവർ പോകുന്നത്. ചില വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ പണമില്ലാതെ വലിയൊരു ദാരിദ്ര്യത്തിലേക്ക് നിങ്ങൾ കൂപ്പുകുത്താൻ പോവുക. ഈ പല മുന്നറിയിപ്പുകൾ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിട്ട് ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്ന നാടാണ്. പക്ഷെ നമ്മളിതിനെ ഗൗനിക്കാറില്ല. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, വലിയ സൂപ്പർ മാർക്കറ്റുകളും വലിയ ഹൈപ്പർ മാർക്കറ്റുകളും ഓൺലൈൻ ഷോപ്പിങ്ങുകളും ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് താൽക്കാലിക സുഖം നേടുമ്പോൾ ഒരു കാര്യം ഓർത്തോളണം, നിങ്ങളുടെ നാടിനെ നിങ്ങളൊരു വലിയ ദാരിദ്ര്യത്തിൻ്റെ കുഴിയിലേക്ക് നിങ്ങൾ വലിച്ചിടാൻ പോവുക. ഇന്ന് തന്നെ നിങ്ങളുടെ നാട്ടിലൊന്ന് നോക്ക്, ആരോടെങ്കിലും ഇറങ്ങി ഒരു 1000 രൂപ വായ്പ ചോദിച്ച് നോക്ക്, ആരുടെയും കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഈ സമയങ്ങളിൽ. ഈ പണമെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും വ്യവസായങ്ങളും ഒക്കെ ഉള്ള ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ ഉള്ള നാടാണ്. ഒരുപാട് പണം ഇവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ എങ്ങോട്ട് പോകുന്നു? പണമില്ലാതെ വരുന്ന ഒരു കേരളമാണ് ഇനി വരുന്ന സമയത്ത് കാണാൻ പോകുന്നത്. ഗൾഫിലെ ഒരു തിരക്ക് കഴിഞ്ഞ ഉടനെ യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും മറ്റ് ജർമ്മനിയിലേക്ക് കുടിയേറുന്ന ആൾക്കാർ ഇപ്പോൾ പുതിയ കാര്യങ്ങളുണ്ട്. അവിടെ കിട്ടുന്ന പണം അവിടെ തന്നെ ചിലവഴിക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ ഗവൺമെൻറ്റുകൾ ആ സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അവർക്ക് ആ പണം അയക്കാൻ പറ്റാതെ വരും. അയക്കാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വേറൊന്നും സംഭവിക്കാനില്ല. ഈ നാട്ടിലുള്ള അവരുടെ ബന്ധുക്കളെ ആൾക്കാരെയും കൂടെ അവരങ്ങോട്ടും കൊണ്ടുപോകും, അവരവിടെ സെറ്റിലാവും. അവസാനം കേരളം എന്ന് പറയുന്ന ഒരു അടുത്തൊരു സൊമാലിയായി മാറാനുള്ള സാധ്യതകളാണ് എപ്പോഴും ഉള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി പണ്ട് പറഞ്ഞതുപോലെ സൊമാലിയാണ് കേരളം. ഒരു പക്ഷേ ഈ ഒരു പോക്കാ പോകുന്നെങ്കിൽ ഞാനും വിശ്വസിക്കും ഇതൊരു സൊമാലിയ ആകാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചില പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരൊറ്റ കാര്യമുണ്ട്, നമ്മൾ ഏത് പട്ടണത്തിലോ ഏത് ഗ്രാമത്തിലോ പട്ടണത്തിലോ ചെന്നാലും അവിടുത്തെ ഒരു വ്യവസായത്തെ തകർക്കാതെ ആ കമ്പനിയുടെ പണം അവിടുന്ന് പുറത്തു പോകാതെ അവിടെ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാകണം. ലോക്കൽ പ്രൊമോഷൻ, അതായത് ഈറ്റ് ലോക്കൽ, ഈറ്റ് ഫ്രഷ്, ഈറ്റ് ഹെൽത്തി. ഇതാണ് നമ്മൾ ഈറ്റ് റിയൽ, ഈറ്റ് ലോക്കൽ, ഈറ്റ് ഫ്രഷ്, ഈറ്റ് റിയൽ. ഇതാണ് നമ്മൾ ഇതുപോലെ കുറേ ശ്ലോകങ്ങളാണ് ഞങ്ങൾ പരസ്യത്തിന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ പ്ലസ് അവയർനെസ് ക്യാമ്പയിൻ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തിന് ഞങ്ങളിങ്ങനെ ഇറങ്ങുന്നു? കാരണം ഒറ്റ കാര്യമുള്ളൂ, ആൾക്കാരുടെ ഹെൽത്ത് ആണ് ഞങ്ങളുടെ പ്രയോറിറ്റി. ഹെൽത്ത് കഴിഞ്ഞാൽ അവരുടെ വെൽത്ത്. ഇത് രണ്ടും ഈ കമ്പനിക്ക് ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ എൻഷുർ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഇതിൻ്റെ പണിപ്പുരയിലാണ്, ഇതിൻ്റെ പ്ലാനിങ്ങിലാണ്. ഒരു 1.5 വർഷമായിട്ട് ഞാനിതിനെപ്പറ്റി വർക്ക് ചെയ്തുകൊണ്ട് പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ്. പല ഇൻവെസ്റ്റേഴ്സ് ഇതിന് മുമ്പോട്ട് വന്നു കഴിഞ്ഞു. ഇതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഞങ്ങൾ സ്വാഗതം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ അടുത്തുള്ള വീഡിയോകൾ, അടുത്തുള്ള ഞങ്ങളുടെ പ്രോഗ്രാമുകൾ കാണണമെന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഫാം ട്രീ നാച്ചുറൽസ് ആണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. ഇത് ഒരു വലിയ പദ്ധതിയുമായിട്ടാണ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഈറ്റ് ലോക്കൽ, ഈറ്റ് ഫ്രഷ്, ഈറ്റ് റിയൽ. അതുപോലെ തന്നെ പ്ലാൻ യുവർ മീൽ, സേവ് യുവർ കൺട്രി, ഫീഡ് ദ വേൾഡ്. ഇങ്ങനെ കുറേ പ്രോഗ്രാംസാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ രാജ്യം ഒരു ദരിദ്ര രാഷ്ട്രമാകാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനം ഒരു സൊമാലിയാകാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിന് വെൽത്ത് ഇവിടെയുണ്ട്. നമ്മുടെ രാജ്യത്തെ പോലെ വെൽത്തുള്ള ഒരു രാജ്യം വേറെ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അത്രമാത്രം ബ്ലെസ്സഡ് കൺട്രിയാണ് ഇന്ത്യ. ഈ ഇന്ത്യ നിരൂപിച്ച ലോകം മുഴുവൻ ഫീഡ് ചെയ്യാൻ കഴിയും. ലോകത്തിൽ ഇപ്പോൾ ഉള്ള 800 കോടി ജനങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള ലാൻഡുള്ള ആളുകളുള്ള ഒരു രാജ്യമാണ് നമ്മൾ. അതുകൊണ്ട് ആ ഒരു വലിയ കൺസെപ്റ്റിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ വിഷയം ചർച്ച ചെയ്യാം, പഠിക്കാം. മാക്സിമം നമ്മുടെ ലോക്കൽ ബിസിനസ്സുകളെ സംരക്ഷിക്കേണ്ടത് ആവശ്യം ഇവിടുത്തെ ഓരോ ജനതയുടേതുമാണെന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.